ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം VSc വിദ്യാർത്ഥികൾക്ക് വാണിജ്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ പഠിക്കാനുള്ള ഒരു നോവലാണ് പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ എരി എന്നുള്ളത്. എഴുത്തുകാരനും വിവർത്തകനും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ ശ്രദ്ധേയപരമായിട്ടുള്ള അല്ലെങ്കിൽ മലയാള നോവൽ ചരിത്രത്തിൽ ദളിത് സാഹിത്യത്തിൻ്റെ ശക്തമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ രേഖപ്പെടുത്തിയ നോവലാണ് എരി എന്നത്. ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു പോയ ഒരു ജനത, അതിൻ്റെ അതിജീവനത്തിൻ്റെ കഥ പറയുന്നതാണ് എരി എന്ന നോവലിലൂടെ. പറയ വിഭാഗത്തിൽപ്പെട്ട ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് നോവലിൻ്റെ പ്രധാന ഇതിവൃത്തം. കീഴാള ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട കീഴാള ചരിത്രബോധം സൃഷ്ടിക്കുന്ന നോവലാണ് എരി എന്നുള്ളത്. പറയനാർപുരം എന്ന സാങ്കല്പിക ദേശമാണ് എരി എന്ന് പറയുന്ന നോവലിൻ്റെ പശ്ചാത്തലം. പറയ സമുദായത്തിലെ അറിവ് ശക്തിയാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് എരി എന്ന് പറയുന്നത്. എരി തന്നെയാണ് ഈ നോവലിൻ്റെ പ്രധാന കഥാപാത്രമായി വരുന്നത്. പറയ സമുദായത്തിലെ ദുരാചാരങ്ങളെയും ജീവിത രീതികളെയും നവോത്ഥാനത്തിന് സഹായിക്കുന്ന വിധത്തിൽ പരമ്പരാഗത തൊഴിലും കൃഷിയും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതബോധ്യവും അറിവിലൂടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു നോവലാണ് എരി എന്നുള്ളത്. ആ എരി എന്നുള്ള നോവലിലെ 17ാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതപ്പെട്ട ചരിത്രരേഖകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ, തമസ്കരിക്കപ്പെട്ടു പോയ ജനതയുടെ വിമോചന പോരാട്ടങ്ങളെ, സ്വത്വത്തെയൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് എരി എന്ന് പറയുന്ന നോവലിലൂടെ എരി എന്ന കഥാപാത്രം ചെയ്യുന്നത്. സമ്പത്തും അധികാരവും ഒക്കെ എന്നിവയിലൊക്കെ അധിഷ്ഠിതമായി നിലനിന്നിരുന്ന കേരളത്തിലെ ജാതി സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുക എന്നതാണ് എരി എന്ന നോവലിലെ രാഷ്ട്രീയം. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് എത്രയോ മുൻപ് തന്നെ എരി ഇവിടെയുള്ള ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്ന് നോവൽ പറയുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, നോവലിലെ പ്രധാന കഥാപാത്രമായി വരുന്നത് എരി എന്ന കഥാപാത്രമാണ്. ഈ നോവലിൻ്റെ പേരും അതുതന്നെയാണ്. വടക്കൻ മലബാറിലെ പറയ വിഭാഗത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് അറിവിലൂടെ തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് എരി എന്നുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, എരി പറയുന്നുണ്ട്, അറിവ് ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ എരിക്ക് ഉഡിവിദ്യയും മാന്ത്രികവിദ്യയും വൈദ്യവുമൊക്കെ വശമുണ്ട്. ഇരുട്ടിൽ വഴി കാണാതെ ഉഴലുന്ന ചാലിയം രാമൻ്റെ കണ്ണിന് കാഴ്ച നൽകിയ എരിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് നോവലിൻ്റെ തുടക്കം. തൻ്റെ അച്ഛന് സമകാലികനായ എരിയുടെ ജീവിതം പരാമർശിക്കുന്ന എരിയോലകൾ കണ്ടെത്താനുള്ള ഗവേഷകൻ്റെ അന്വേഷണങ്ങളിലൂടെയാണ് എരിയുടെ കഥകൾ ചുരുൾ നിവരുന്നത്. ചരിത്രം എന്നുള്ള പോലെയാണ് പിന്നീട് കഥ പറയുന്നത്. ആര്യ ദ്രാവിഡന്മാരായ ഇവർ എങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് പുറത്തായത് എന്നും പഴന്തമിഴ് സാഹിത്യത്തിലെല്ലാം സാമൂഹ്യ പദവിയോടെ പരാമർശിച്ചിരുന്ന ഇവർ എങ്ങനെയാണ് ചൂഷണത്തിന് ഇരയായി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എരി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സമൂഹത്തിലുണ്ടായിരുന്ന പറയൻ, പാണൻ തുടങ്ങിയ വിഭാഗങ്ങളെക്കുറിച്ച് സംഘകാല കൃതികളിൽ നിരവധി പരാമർശങ്ങളുണ്ട് എന്ന് പറയുന്നതിലൂടെ പറകൊട്ടുന്നവനാണ് പറയനെന്നും പാട്ടുപാടുന്നവനാണ് പാണനെന്നും രാജ്യവിളംബരവും മറ്റും പറകൊട്ടി അറിയിച്ചിരുന്ന ഇവർക്ക് സമൂഹത്തിൽ ഒരു അംഗീകൃത സ്ഥാനം ഒരു കാലത്തുണ്ടായിരുന്നുവെന്നും, എന്നാൽ പിന്നീട് ദ്രാവിഡ സാമൂഹ്യ വ്യവസ്ഥകളിലേക്ക് ബ്രാഹ്മണാധികാര വ്യവസ്ഥ അധീശത്വം സ്ഥാപിച്ചതോടുകൂടി പറയരും പാണരും ചൂഷണം ചെയ്യപ്പെടുകയും പിന്നീട് സ്വന്തം ഭൂമിക്ക് മേലുള്ള അവകാശം ചോദ്യപ്പെടുകയും തിരസ്കൃത ജനവിഭാഗമായിട്ട് അവർ മാറ്റപ്പെടുകയും ചെയ്തു എന്ന് ഈ നോവലിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ പറയുന്ന
പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോട് കൂടിയിട്ട് പിന്നെ ഇവിടെ ജീവിച്ചിരുന്ന പറയനരിയുടെ ജീവിതകഥയാണ് നോവലിസ്റ്റ് വിവരിക്കുന്നത്. കാരണം ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തിലേക്കും ഒരേപോലെ സഞ്ചരിക്കുന്ന ഈ നോവൽ എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു സമാന്തര ചരിത്രം കൂടിയിട്ടാണ് എന്ന് നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഒരു നോവലിനേക്കാൾ അപ്പുറം ഒരു കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ കഥ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ആഖ്യാനം എന്നുള്ളത്. വടക്കൻ കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് ദളിതരുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് കീഴാള പ്രതിരോധം എത്ര ശക്തമായിരുന്നു കാലഘട്ടത്തിലെന്ന് എരിയുടെ എഴുത്തുകാരൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അദൃശ്യനായ വ്യക്തികളെ നിങ്ങൾ എന്തിനാണ് കണ്ടെത്തുന്നത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം ഗവേഷകൻ തൻ്റെ ഗവേഷണ ഫലകങ്ങൾ ഡോക്ടർ കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിക്കുള്ളൂ. അതായത് സവർണർ നിർമ്മിച്ചു കൊണ്ടിരുന്ന ഒരു ചരിത്രത്തിൽ നിന്ന് ഉടലെടുത്ത ഇത്തരം ചോദ്യങ്ങളിൽ പിന്നിലുള്ള ബോധം ടച്ചുടയ്ക്കാനാണ് എരി ശ്രമിക്കുന്നത്. കാരണം ഈ സവർണർ നിർമ്മിച്ച ഒരു ലോകബോധത്തെ പൊളിച്ചെഴുതാനാണ് എരി ശ്രമിക്കുന്നത് എന്ന് ചുരുക്കം. കാരണം എരിയോട് സാമൂഹിക മുന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ബഹുമാനമായിരുന്നു. കാരണം എരിയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത് അറിവായിരുന്നു. അറിവിലൂടെ വേണം തൻ്റെ സമുദായത്തെ മുന്നോട്ട് നയിക്കേണ്ടതെന്ന് എരി വിശ്വസിച്ചിരുന്നു. അതിനാൽ നിരന്തരം തൻ്റെ സമുദായത്തെ നവീകരിക്കാനുള്ള ശ്രമമാണ് എരി നടത്തിക്കൊണ്ടിരുന്നത്. അധികാരഘടന അടിച്ചേൽപ്പിച്ച ആഹാര വ്യവസ്ഥയെയും ജീവിത രീതിയും ഇല്ലാതാക്കുകയാണ് എരിയിലെ 17-ാം അധ്യായം ചെയ്യുന്നത്. നോക്കൂ, 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എരി തൻ്റെ സമുദായത്തിലുള്ള മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ഈ ചത്ത പശുവിൻ്റെ ഇറച്ചി ഇനി നാം തിന്നുകയില്ല. ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്ത്? അവർ കൂട്ടത്തോടെ ചോദിച്ചു. നായരുടെയും തീയരുടെയും വീട്ടിൽ ചത്തതിനെ നാം വലിച്ചു കൊണ്ടുവന്ന് തിന്നരുത്. കാരണം? വടിയും കുത്തി കുനിഞ്ഞു നിന്ന് കുറുമ്പത്താൻ അരിശത്തോടെ ചോദിച്ചു. അവർ എന്തുകൊണ്ട് തിന്നുന്നില്ല എരി? അവർ തിന്നാൻ മറ്റു സാധനങ്ങളുണ്ട്. കത്തിക്ക് മൂർച്ച നോക്കിക്കൊണ്ട് കാളിപ്പറയൻ സമാധാനം പറഞ്ഞു. എന്തുകൊണ്ട് നമുക്കില്ല എരി ചോദിച്ചു. കാരണം എരി നേരത്തെ ഞാൻ പറയുകയുണ്ടായി, എരി നിലനിന്നിരുന്ന ആഹാര വ്യവസ്ഥതയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇങ്ങനെയൊരു കാരണം ഈ തീയരുടെയും നായരുടെയും വീട്ടിൽ ചത്ത പശുവിനെ വലിച്ചു കൊണ്ടുവന്ന് തിന്നിരുന്ന ജനവിഭാഗത്തോട് പറയുകയാണ്, ആ സമുദായത്തിലെ പാരമ്പര്യത്തിൻ്റെ അധികാര ശക്തികളൊക്കെ മുറിഞ്ഞുപോയി, നമുക്കിതൊക്കെ കീഴ്പ്പെടുത്തണം, നമുക്കതൊന്നും ഇനി വേണ്ട, നമുക്ക് അറിവ് നേടണമെന്ന് പറയുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കണോ, നമ്മൾ പട്ടിണിയാകില്ലേ എന്നിങ്ങനെയുള്ള സമുദായത്തിലെ പല അംഗങ്ങളും ചോദിക്കുന്നവർക്ക് വളരെ വിദഗ്ധമായിട്ട് മറുപടി പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം എരി അറിവ് നേടിയ ഒരു ജ്ഞാനിയായിരുന്നു. അറിവ് എന്നുള്ളത് കേവലം ഒരു ജ്ഞാനം മാത്രമല്ലെന്നും സാമൂഹ്യ ജ്ഞാനമാണെന്നും എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. നായരും തീയരും തിന്നാത്ത ഒന്നിനെ നാം എന്തിന് തിന്നണം എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് പറയർക്ക് മറ്റു സാധനങ്ങളില്ലാത്തത്? എരി ഉന്നയിക്കുന്ന ഈ പറയുന്ന മറുചോദ്യങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ചിന്തയുടെ വിത്തുകളും ആകാശവും സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ സമുദായത്തെ നവോത്ഥാനത്തിലേക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പാരമ്പര്യ തൊഴിലുകളായിട്ടുള്ള കുട്ടയും മുറവും പായും നെയ്ത് ഉപജീവനം ചെയ്തിരുന്ന അവരുടെ അധ്വാനത്തിന് ന്യായമായിട്ടുള്ള വില ഉറപ്പുവരുത്തേണ്ടി വരുന്നു. അങ്ങനെ അതിജീവനത്തിനുള്ള അറിവ് കൊണ്ട് വെളിച്ചം നൽകിയ എരിയുടെ ഇടപെടലുകൾ വർഗശക്തിയുടെ പുതിയ ചരിത്രത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളത്, പുതിയൊരു കാലഘട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ആ നോവലിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്, മുത്തപ്പ, എരിയുടെ അച്ഛൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്കറിയില്ല, മുത്തപ്പൻ പറഞ്ഞു. പറയരുടെ പേര് അന്നാരും വിളിക്കില്ല, പറയാ എന്നേ വിളിക്കൂ. അങ്ങനെ പേര് ഒരു പറയൻ സ്വയം മറന്നു പോകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അവനവൻ്റെ അസ്തിത്വം മറന്നു പോകുന്ന ഒരാളുടെ കഥ പറയുന്നു. അതാണ് വെളുത്തേടൻ രാമനിൽ നിന്നാണ് എരിയുടെ അമ്മ
വെളിയന്നൂർ മാധു എന്ന മലക സ്ത്രീയാണെന്നും അച്ഛൻ പറയനായ പേരില്ലാത്ത ഒരാളാണെന്നും തിരിച്ചറിയുന്നത്. ചരിത്രം പോലെയാണിത് പറഞ്ഞു പോകുന്നത്. എരിയുടെ അച്ഛൻ്റെ പേര് ഓർമ്മയുണ്ടോ എന്ന ചോദ്യത്തിന് പേരൊന്നും അന്ന് വിളിക്കാറില്ല, എട പറയാ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ എന്നതിൽ നിന്ന് സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വ്യക്തികൾക്കൊരു വിലയും കൊടുക്കാതിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എന്തിനാണ് പേരിൻ്റെ പ്രസക്തി എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. വ്യക്തിക്ക് വിലയും നിലയും കൽപ്പിക്കുമ്പോൾ മാത്രമേ വ്യക്തിയുടെ പേരിനും പ്രാധാന്യമുണ്ടാകുകയുള്ളൂ എന്ന് ഈ നോവൽ വിളിച്ചു പറയുന്നുണ്ട്. അല്ലാത്തിടത്ത് ഒരു വ്യക്തി നമ്പറുകളിലേക്കും ജാതിപ്പേരുകളിലേക്കും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒരു പ്രത്യേക വിഭാഗം മാത്രം അധികാരം കൈവശ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമുദായത്തിൻ്റെ പേരിലൂടെ മാത്രം വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നത് സാമൂഹ്യ ഘടനയെ മേൽക്കീഴ് ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്നുകൂടി ഈ നോവൽ പറയുന്നു. നേരത്തെ ഞാൻ പറയുകയുണ്ടായല്ലോ, പറയൻ എന്നുള്ളത് പറ കൊട്ടുന്നവൻ എന്നതിൽ നിന്ന് മാറി പിന്നോക്കാവസ്ഥയിലുള്ള ഒരു വിഭാഗം എന്നതിലേക്കുള്ള മാറ്റം ബോധപൂർവമായിട്ടുള്ള അധികാരത്തിൻ്റെ ഇടപെടലാണെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ നായരും തീയരും കൊണ്ടുവന്ന ചത്ത കന്നുകാലികളെ തിന്നില്ല എന്നും ഭക്ഷണം മാന്യമായി ഉണ്ടാക്കണമെന്നും കൃഷിയിലൂടെ സ്വയം പര്യാപ്തരാകണമെന്നും പാരമ്പര്യ തൊഴിലുകൾ നാം ചെയ്യണമെന്നും സാംസ്കാരിക ബോധം ഊട്ടിയുറപ്പിക്കണമെന്നും തനിമയാർന്ന കലാവിനോദങ്ങൾ ആസ്വദിക്കണം, അങ്ങനെ സകലവിധ നവോത്ഥാന പ്രവർത്തനങ്ങൾ എരി എന്ന് പറയുന്ന വ്യക്തി പറയനാർപുരത്ത് നടപ്പിലാക്കുന്നുണ്ട്. അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ എരി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് പ്രയത്നത്തിൻ്റെ വില ലഭിക്കുന്നത് എന്ന് എരി തൻ്റെ സമുദായത്തിലുള്ള മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി ഒരു ചന്ത വേണമെന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നത്. അധ്വാനത്തിൻ്റെ വിലയും അഭിമാനത്തിൻ്റെ മൂല്യവും തുല്യതയുടെ പ്രാധാന്യവും ഈ പറയനാർപുരത്ത് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാനാണ് എരിയിലൂടെ ശ്രമിക്കുന്നത്. തുടർന്ന് പാരമ്പര്യബോധവും സ്വത്വബോധവും ബോധ്യപ്പെടുത്തിയ, ജാതിയോടുള്ള അഭിമാനബോധമുണ്ടാക്കിയ, ചരിത്രം ചെയ്ത നീതികേടിനെ മറികടക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇനി നായരോ തീയരോ വിളിച്ചാൽ പയ്യനെ കൊണ്ടുവന്ന് നാം ഈ പുറംകാട്ടിൽ മറവ് ചെയ്യും. തൽക്കാലം ഇത് ആരും അറിയേണ്ട എന്നാണ് പറയുന്നത്. രോഗം കൊണ്ട് ചത്തുപോയ പശുക്കളെ കുറുമ്പനാട്ടിലെ പറയർ തിന്നില്ല. ദൈവത്താണേ, പരമ്പരയാണേ സത്യം. ഞാൻ വൈദ്യം പഠിച്ച പറയൻ പറയുന്നു, ഇത് സത്യം. അങ്ങനെ എരിയുടെ വാക്കുകൾ പന്തത്തിൻ്റെ വെളിച്ചത്തെ കവിഞ്ഞ് ഇരുട്ടിലേക്ക് കടന്നു ചെന്നു. ആരും ഒന്നും മിണ്ടിയില്ല. നിശബ്ദമായ ഒരു മാറ്റത്തിലൂടെ അവർ കടന്നു പോവുകയായിരുന്നു. അന്യരാരും ആ കൂട്ടത്തിൻ്റെ പ്രഹരശേഷി അറിഞ്ഞില്ല. പറയനാർപുരത്തെ കുന്നിൻ ചെരുവിൽ പന്തങ്ങളും ചൂട്ടുകളും കൂടുതൽ വെളിച്ചത്തോടെ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് ആ ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എരി കൊളുത്തിയ തിരിച്ചറിവിൻ്റെ ജ്ഞാനമാണ് നവോത്ഥാനത്തിൻ്റെ വെളിച്ചമെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പറയനാർപുരത്ത് പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് എരിയാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പറയനെരി എന്ന അത്ഭുതമായിരുന്ന നോവലിൻ്റെ ആദ്യ ഭാഗത്തെ വിവരണം നോവലിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും വായനക്കാർക്ക് വലിയൊരു തിരിച്ചറിവിൻ്റെ ബോധത്തിൻ്റെ വെളിച്ചം നമുക്ക് പകർന്നു തരുന്നുണ്ട്. വടക്കൻ മലബാറിലെ പറയ സമുദായത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് കളമൊരുക്കിയ നവോത്ഥാന നായകൻ്റെ ജീവിതകഥ ചരിത്രത്തിൽ ഇടം നേടാതെ പോയ വ്യക്തികളുടെയും സംഭവങ്ങളുടെയും കഥയാണ് എന്ന തിരിച്ചറിവ് വായിക്കുന്നിടത്താണ് എരി പറയപ്പെടാതെ പോയ ചരിത്രത്തിൻ്റെ ആഖ്യാനമായിട്ട് മാറുന്നത്. നിങ്ങൾ ഓർക്കണം, എരി എന്ന നോവൽ ചരിത്രപരമായ തിരുത്തലിൻ്റെയും സാമൂഹ്യ മൂല്യങ്ങളുടെയും പ്രഖ്യാപനമാണ്. മുഖ്യധാര ചരിത്ര രചനകളിൽ അദൃശ്യവൽക്കരിക്കപ്പെട്ട വടക്കൻ മലബാറിലെ പറയരുടെ കഥ അവതരിപ്പിക്കുന്നതിലൂടെ അധികാരഘടനയിൽ തമസ്കരിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ ഓർമ്മകളെയും സ്വത്വത്തെയും വീണ്ടെടുക്കുന്നുണ്ട് ഈ നോവൽ. ജാതി, മതം, സമ്പത്ത് എന്നിവയെ അടിസ്ഥാനമാക്കി പരമ്പരാഗത മൂല്യബോധത്തെ എരി നിരാകരിക്കുകയും മാനവികത, അറിവ്, ആത്മാഭിമാനം എന്നീ മൂല്യങ്ങളെ കേന്ദ്രീകരിച്ച് നവോത്ഥാന ശ്രമം തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. എരിയുടെ ശിഷ്യസംഘത്തിലെ ജാതിരഹിതമായ കൂട്ടായ്മയും മൃഗജാതിയല്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും മനുഷ്യർ എന്ന മൂല്യത്തെ എല്ലാ സാമൂഹിക വേർതിരിവുകൾക്ക് മുകളിലും പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിനാൽ എരി കേവലം ഒരു ആഖ്യാനം മാത്രമല്ല, മറിച്ച് നീതിയുടേതായ ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാൻ
കീഴാളർ നടത്തിയ പോരാട്ടങ്ങളുടെ സാക്ഷ്യപത്രമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. ചരിത്രത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയിട്ടാണ് എരി എന്ന് നാം വായിച്ചെടുക്കണം. ഓക്കെ, താങ്ക് യു.